ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ കേരളത്തിൽ നിന്നുള്ള എം എ ബേബിക്ക് സാധ്യതയേറുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് അല്ലേ? അതെ. എം എ ബേബിയെ കൂടാതെ ബി രാഘവലു, അശോക് ധാവ്ലെ, മുഹമ്മദ് സലീം എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അവസാന മണിക്കൂറുകളിൽ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ എം എ ബേബി പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തും. എന്നാൽ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ മാത്രം എന്നാണ് മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. General Secretary in the CPIM is elected by the Central Committee. Till now the Central Committee is not elected. This will be the final day on 6th. And there is no question, it's rumor. So because there is no discussion at this moment, no rumor at this moment, only it's a part of the party congress. And on the last day, the Central Committee will be elected. Once the Central Committee will be elected, the Central Committee will elect in turn the General Secretary. By that time, I don't think you should have any gossip. ശ്രീത്ത് മധുരയിൽ നിന്നാണ് വാർത്തകൾ വരുന്നത്. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ലോക്സഭയിലും രാജ്യസഭയിലും വഖഫിന്റെ ചർച്ചകൾ കഴിയുന്ന ദിവസമായിരുന്നു. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയുടെ മനോഹരമായ ഒഴുക്കുള്ള ഇംഗ്ലീഷ് ആ ചർച്ചകളിലൊക്കെ മിസ് ചെയ്തു. അതൊരു ഗരിമയാണല്ലോ, അതൊരു ഭംഗിയുള്ള രാഷ്ട്രീയ വ്യക്തതയുള്ള പ്രഭാഷണമാണ്. അപ്പോൾ ഒരു മനുഷ്യനും മറ്റൊരാൾ പകരമാവില്ലെങ്കിലും CPM തേടുന്നത് സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയാണ്. ശ്രീത്ത്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായിട്ടുള്ള അന്വേഷണത്തിലാണ് CPIMന്റെ കേന്ദ്ര നേതൃത്വം. പല പേരുകൾ ഇക്കാര്യത്തിൽ പരിഗണനയിലുണ്ട്. അതിലേറ്റവും മുന്തിയ പരിഗണന കേരളത്തിൽ നിന്നുള്ള PB അംഗം MA ബേബിയുടേതാണ്. ബേബി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള PB അംഗമായ അശോക് ധാവ്ലെ, ബംഗാൾ സംസ്ഥാന ഘടകത്തിൻ്റെ സെക്രട്ടറി മുഹമ്മദ് സലീം, മുതിർന്ന PB അംഗം BV രാഘവലു എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ബൃന്ദ കാരാട്ടിന് പ്രായപരിധി ഇളവ് നൽകി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ ബൃന്ദ കാരാട്ട് പ്രായപരിധി ഇളവ് നേടി ഇത്തരം സെക്രട്ടറി പദവിയിലേക്ക് വരുന്നതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അതാണ് അതിന് തടസ്സമായത്. പിന്നീട് മുഹമ്മദ് സലീം ഇപ്പോൾ ബംഗാളിൽ പാർട്ടി തിരിച്ചുവരവിൻ്റെ പാതിരാണ്. രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലും മറ്റും ബംഗാളിലെ തിരിച്ചുവരവ് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ബംഗാളിൽ നിന്ന് മുഹമ്മദ് സലീം മാറി നിൽക്കുന്നത് സംഘടനാപരമായി ഗുണം ചെയ്യില്ല. അശോക് ധാവ്ലെ കർഷക മുന്നേറ്റങ്ങളുമായി ഈ മഹാരാഷ്ട്രയിൽ സജീവമാണ്. അവിടെ നിന്ന് ധാവ്ലയെ പിൻവാങ്ങുന്നതും ഈ സമരങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ചോയ്സായി വരുന്നത് MA ബേബിയുടെ പേരാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിലൊരു അവസാന വാക്ക് പറയേണ്ടത്. അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ പിണറായി വിജയൻ പിന്തുണച്ചാൽ അനായാസം MA ബേബി ജനറൽ സെക്രട്ടറിയാകും. പിന്തുണച്ചെങ്കിൽ അത് കേരളത്തിൽ വലിയ സംഘടനാ പ്രശ്നങ്ങൾക്കും ഭിന്നതകൾക്കും വഴിവെക്കാൻ സാധ്യതയുമുണ്ട്. ഓക്കെ, ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ആരാണ് പുതിയ ജനറൽ സെക്രട്ടറി എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണകളൊന്നുമില്ല. MA ബേബിയുടെ പേര് വളരെ സജീവമായി കേൾക്കുന്നുണ്ട്. ബേബി നിരാകരിക്കുന്നുണ്ട്. മുഹമ്മദ് സലീമിൻ്റെ പേര് കേൾക്കുന്നു. സലീമോ നിരാകരിക്കുന്നു. എന്തായാലും നേരത്തെ പറയുന്നത് പോലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്വീകാരനായിരുന്ന ഒരു വലിയ തലപ്പൊക്കം സീതാറാം യെച്ചൂരിയുടെ വിടവ് നികത്താൻ കഴിയാത്ത വിടവാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് പകരക്കാൻ അല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ CPM തേടുകയാണ്. ആരാണ് എന്നതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി ക്ലിയറായ സൂചന CC വന്നെങ്കിൽ മാത്രമേ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകൂ. അപ്പോൾ CC വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രചരിക്കുന്ന പേരുകളൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം.